ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ല സിനിമ. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയാണോ? ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് സിനിമ കണ്ട് എങ്ങനെയുണ്ട്? സിനിമ ഒരു അരിക്കുളം പഞ്ചായത്തും അവിടെ ഹൈസ്കൂളും ചേർന്നിട്ട് നടത്തി, KPMS ഹൈസ്കൂളും ചേർന്ന് നടത്തിയിട്ടുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഭാവിയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കുട്ടികളുടെ മനസ്സിനെ വേർതിരിച്ചറിഞ്ഞ് അതിൽ രക്ഷിതാക്കളും അധ്യാപകരും വഹിക്കേണ്ടുന്ന പങ്ക് കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയാണ് ഈ സിനിമ. പൊതുവെ നല്ല സംരംഭമാണ് അരിക്കുളം പഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ചേരുന്നുണ്ട്. പ്രസിഡന്റ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സിനിമ അവിടെ പഞ്ചായത്ത് ഒരു സ്കൂളും കൂടി നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയാമോ? അത് നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള സംവിധായകൻ MS ദിലീപ് മാസ്റ്റർ, അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത്. അദ്ദേഹം ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ടു. അന്ന് പ്രിൻസിപ്പൾ രസീ ടീച്ചറാണ്. അങ്ങനെ ഒരു പരസ്പര ആലോചനയിലാണ് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കേണ്ട ആശയം. അപ്പോൾ ഒരു നല്ല അനുഭവമാണ് ഇപ്പോൾ കണ്ട് ഇറങ്ങുന്ന എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു ആദ്യമായിട്ടാണ് നമ്മളെ പഞ്ചായത്ത് സ്കൂളിൽ ചേർന്നിട്ടുള്ള സിദ്ധിയിലേക്ക് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരു വലിയ യോജിപ്പുണ്ടായിട്ടുണ്ട്. ഇതെനിക്കൊന്ന് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുമെന്ന് അല്ലേ? കാരണം ഒരു സിനിമ ഒരു ഗ്രാമത്തിലെ, പ്രത്യേകിച്ച് അരിക്കുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തിലെ ഒരു പഞ്ചായത്ത് ഒരു സ്കൂളും കൂടി ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു പഞ്ചായത്തുകൾക്ക് ഇത് ഏറ്റെടുക്കാൻ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ അധ്യാപകര്, കുട്ടികള്, സ്ഥാപനങ്ങള്, എല്ലാ സ്ഥാപനങ്ങളെയും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ പേര് എനിക്കറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. എന്റെ AM സുഗതൻ മാഷാണ്, അധ്യാപകനും കൂടിയാണ്. വൈഫല്ലേ? എങ്ങനെയുണ്ട് മാഷ് അഭിനയം? എങ്ങനെയുണ്ട് സാറേ? അഭിനയം നന്നായിട്ടുണ്ട്. ഞങ്ങളെ സ്കൂളിന്റെ ഒരു സംരംഭമാണല്ലോ, വളരെ സന്തോഷമുണ്ട് നല്ലൊരു രീതിയിലേക്ക് ഇത് വന്നതിൽ. വളരെയധികം ആൾക്കാരുടെ സ്വപ്നമാണിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പ്രിൻസിപ്പളാണ്, ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. രേഖ ടീച്ചറാണ്. എന്തായാലും സ്കൂളിൻ്റെ ടീച്ചറും പ്രസിഡന്റും ഉണ്ട് ഇവിടെ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട്. എന്തായാലും രണ്ടുപേർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു പ്രചോദനമാകുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം മറ്റു പഞ്ചായത്തുകൾക്ക് ഇതൊരു പ്രചോദനമാകും, അതുപോലെ സ്കൂളുകൾക്കും ഇതുപോലെ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും ഞാനും സിനിമ കണ്ടുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. എല്ലാവിധ അഭിപ്രായം. മാഷേ, എന്താണ് അഭിപ്രായം? അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു, തകർത്ത അഭിനയിച്ചു. സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ പഠിച്ച സ്കൂളിൽ നിന്ന് ആയതുകൊണ്ടുള്ള അതിനപ്പുറത്തുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമൊക്കെ കുറേ കാലം അവിടെ ആദ്യം ഒരു സ്റ്റേജിലൊക്കെ കയറി, ഒരു പക്ഷേ ആ സ്കൂളിൽ നിന്നായിരുന്നു.
അവിടുത്തെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു. ലാസ്റ്റിലൊരു നല്ലൊരു കൊണ്ടെത്തിച്ചല്ലോ ഒരു ഫാമിലി അല്ലേ? തീർച്ചയായിട്ടും സൂപ്പറായി. എന്താണ് വേണ്ടോ? എങ്ങനെയുണ്ട് ഉപ്പ്? നല്ല എല്ലാവരും ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ, എന്താണ് പറയാനുള്ളത്? ഈ സന്തോഷം സ്ക്രീനിൽ ഇതിനു മുന്നേ എഡിറ്റിങ്ങിലൊക്കെ കണ്ടിരുന്നോ? അല്ല, സ്ക്രീനിൽ ആദ്യമായിട്ടാണോ ഫുള്ളായിട്ട് കാണുന്നത്? കുറച്ച് ഭാഗങ്ങളായിട്ട് കണ്ടിരുന്നു. ഇപ്പൊ കാണുന്നു. ഓക്കെ, പേരെന്തായിരുന്നു? അലോക അനുരാഗ് അല്ലേ? ആ, ഓക്കെ. ഇതിൽ അഭിനയിച്ച പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ആണ്. അപ്പം ആദ്യമായിട്ടാണോ ഈ ഫിലിം? ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണല്ലേ? ഓക്കെ. നിങ്ങൾ അഭിനയിച്ച ടീമൊക്കെ എല്ലാവരും കൂടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഓക്കെ. ഇനി അടുത്ത എന്താണ് പരിപാടി? സിനിമ അങ്ങനെ വേഷം കിട്ടിയാൽ ഭാഗമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഓഫർ വരികയാണെങ്കിലോ? ചിന്തിച്ചിട്ടില്ല, ആലോചിക്കും അല്ലേ? വരട്ടെ അല്ലേ? എന്തായാലും എല്ലാ ആശംസകളാണ്. അച്ഛനല്ലേ, എന്താണ് പറയാനുള്ളത്? മോളെ അഭിനയം എങ്ങനെയുണ്ട്? എല്ലാവരും മൊത്തം അതിനകത്ത് പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും നന്നായിട്ട് അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. മാഷേ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു സ്ക്രീനിൽ കണ്ടപ്പോൾ സ്വന്തം അഭിനയം? സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം. നല്ലൊരു ആശയമാണ് തന്നെ, വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ സന്തോഷമായി. സ്കൂൾ അധ്യാപകനാണോ? സ്കൂൾ അധ്യാപകനാണ്. കണക്കിൻ്റെ അധ്യാപകനാണ്. മറ്റു സ്കൂളുകൾക്ക് ഒരു വെല്ലുവിളി ആയിട്ടുണ്ട് ഇപ്പോൾ സ്കൂള്. ഇതുപോലെ സിനിമ അവരും എടുക്കണമെന്നുള്ള ആലോചനയിലായി. തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. സന്തോഷം. സിനിമ ഉണ്ട്, എന്താ അഭിപ്രായം? മോള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട്. മോളെ ഇതിനു മുന്നേ അഭിനയിക്കുക അങ്ങനെ കലാപരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആങ്കറിംഗ് ഒക്കെ ചെറുതായ രീതിയിൽ സ്കൂളിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വലിയ സ്ക്രീനിൽ മോളെ കാണുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? എന്താണ് മനസ്സിൽ തോന്നി? സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ മാഷ നമസ്കാരം. തീർച്ചയായിട്ടും വലിയ സ്ക്രീനിൽ സ്വന്തം അഭിനയം നേരിട്ട് കണ്ടില്ലേ? ആദ്യമായിട്ടാണ് ഒരു സ്ക്രീനിൽ. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നാടകത്തിലുണ്ട്, ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ബിഗ് സ്ക്രീൻ ഒരു തിയേറ്ററിൽ പിന്നെ എനിക്കിതൊരു ഒരു ജന്മ ആഗ്രഹമായിരുന്നു. അതെ, നടന്നിട്ടുണ്ട്. എന്തായാലും പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തിരുമാഷ അതിന് കാരണമായി, ഇപ്പോഴും കാരണമായി, NSS യൂണിറ്റ് കാരണമായി. പിന്നെ നാടകരംഗത്ത് അഭിനയം വെച്ച് ആണ് ഈ രംഗത്ത് വന്നത്. എനിക്കറിയില്ല, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു വില്ലൻ മാഷായിട്ടാണ് ഞങ്ങൾ തോന്നിയത് ആദ്യം. എന്റെ പേര് പഹയൻ മാഷനാണ്. അതെ, പഹയൻ മാഷനാണ് കഥാപാത്രത്തിന്റെ പേര്. കാരണം എല്ലാവരും പഹയൻ എന്ന് വിളിക്കുന്ന, എല്ലാവരെയും പേടിക്കുന്ന, പക്ഷേ ഉള്ളിൽ സ്നേഹം സൂക്ഷിക്കുന്ന ഒരു അധ്യാപകനാണ്. കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് പഹയൻ മാഷനാണ്. അത് തീർച്ചയായും എൻ്റെ അടുത്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറയുന്നത്. എല്ലാവിധ ആശംസകളും. ഇനിയും വലിയ സ്ക്രീനിലേക്ക് താങ്കളുടെ മുഖം കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. സന്തോഷം. എങ്ങനെയുണ്ട് കണ്ടപ്പോ? ഉപ്പ് കണ്ടപ്പോ നന്നായിട്ടുണ്ട്. മാഷ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു അല്ലേ? എന്താ എന്റെ മോനാണുള്ളത്. ഓക്കെ, വലിയ സ്ക്രീനിലും മോനെ കണ്ടു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. എന്താ സൂപ്പറാണ്. അപ്പൊ മോന്റെ അഭിനയം കണ്ടപ്പോ എന്ത് തോന്നി? സങ്കടം തോന്നി. ഓക്കെ, മോനെ ഇതിന് മുന്നേ അഭിനയിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്കൂളിലോ മറ്റും നാടകത്തിലൊക്കെ? ഓക്കെ, ഇപ്പോ ജില്ലാ കലോത്സവത്തില് സംസ്കൃത നടനായിരുന്നു. ആണല്ലേ? മോനൂടെ ഉണ്ടോ? മോനെ വിളിക്കും. എങ്ങനെയുണ്ട് ഓട്ടാ? നല്ല സിനിമയുണ്ട്. ഒരു മാതൃകയാക്കാൻ പറ്റുന്ന സിനിമയാണ് അല്ലേ? വളരെ സന്ദേശം നൽകുന്ന. താങ്ക് യു. സോനുവിന്റെ അഭിനയം എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. സങ്കടം തോന്നിയില്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. സോനു തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും സോനുവിന് എല്ലാവിധ ആശംസകളും. അപ്പം ഇതിലെ മികച്ചൊരു കഥാപാത്രം തന്നെയാണ് സോനു. സോനു നമ്മളോടൊപ്പം ചേരുകയാണ്. സോനു, ആദ്യമായിട്ടാണോ വലിയ സ്ക്രീനിൽ ഇങ്ങനെ സ്വന്തം അഭിനയം കാണുന്നത്? എന്ത് തോന്നിയപ്പോൾ? സന്തോഷം. കുറേ കാലമായിട്ട്
തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം എല്ലാ സീനിലും കണ്ണീരാണ് ശരിക്കും അല്ലേ? എങ്ങനെ ഈ കണ്ണീരൊക്കെ ഇങ്ങനെ വരുത്താൻ സാധിച്ചത്? ആ ഫീല് ശരിക്കും ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ടായി. ഇപ്പം ഇനി ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ കളിയാക്കുക സാറില്ലല്ലേ? അതും ഒരു അഭിമാനമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു അഭിനയിക്കാൻ ഇങ്ങനെ ഈ റോള് സെലക്ട് ചെയ്യാൻ ആരാ? സംവിധായകനാണോ? അല്ല, ഓഡിഷൻ ഉണ്ടായിരുന്നു. ആ, ഓഡിഷനിൽ സ്കൂൾ മൊത്തം ഓഡിഷൻ ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ അതിലൊക്കെ എന്തിലൊക്കെ പ്രൈസ് കിട്ടി? ആ. ഇനിയിപ്പോൾ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ റോളൊക്കെ കിട്ടുകയാണെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് കേരളത്തിനും മറ്റ് സ്കൂളുകൾക്കും പഞ്ചായത്തുകളിലൊക്കെ മാതൃകാപരമായ ഒരു സിനിമയാണ് ഇന്ന് നമ്മളിവിടെ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത്. എന്താണ് അഭിപ്രായം പറയുന്നത്? അപ്പോൾ കണ്ട ഉടനെ നല്ലൊരു വികാരമുണ്ടായത്. ഇപ്പോഴത്തെ പറ്റിയൊരു സാഹചര്യത്തിലുള്ള കഥയാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കഥയാണ്. വിജയിക്കുന്ന പ്രതീക്ഷ. താങ്ക് യു. കുഞ്ഞിൻ പ്രിൻസിപ്പളാണ്. മാഷ എന്താ പറയാനുള്ളത്? വളരെ നന്നായി. നല്ല നിലവാരം പുലർത്തി. മാത്രമല്ല വളരെ കാലിക പ്രസക്തിയുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് വളരെ ലളിതമായ രീതിയിൽ വലിയൊരാശയത്തെ പിന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ ഈ സ്കൂളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എല്ലാവിധ ആശംസ. ഇപ്പോൾ എന്തായാലും വളരെ ഒരു നല്ല റിപ്പോർട്ടാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. ആളുകളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ ഒരു പ്രയത്നത്തിന് ഒരു ഫലമുണ്ടായി, ഒരു നല്ല ഫലമുണ്ടായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അരിക്കുളം പഞ്ചായത്തിനും ഞങ്ങളുടെ വിദ്യാലയത്തിനും ആ സമീപ സ്ഥലത്തുള്ള വിദ്യാലയങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അഭിമാനം, സന്തോഷത്തിനപ്പുറത്തേക്ക് നമ്മളുടെ കൂടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രയത്നിച്ച ആളുകളൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പേരെടുത്ത് പറയാൻ പറ്റില്ല, ചിലരെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആളുകൾ നമ്മളോട് സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചത്. എല്ലാവരും വന്ന് സിനിമ കാണണം. നല്ലൊരു സന്ദേശമാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ കൊടുക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു ഉദ്ദേശമാണ്. ചാരിറ്റിയാണ് ഞങ്ങൾ ഇതിലൂടെ പങ്കുവെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും എന്താ പറയുക, സിനിമ കാണാൻ വരികയും ഒക്കെ ചെയ്യുക. ആളുകളിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കുക. എല്ലാവരും വന്ന് കാണുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഉപ്പ് സിനിമ കണ്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരുപാട് കട്ടിയെടുക്കാം. NSSൻ്റെ നോട്ട് മീ ബട്ട് യു എന്നുള്ള തീം വളരെ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇതൊരു പുതിയ ശ്രമമാണ്. തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാ NSS യൂണിറ്റുകൾക്കും പ്രചോദനമാവുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം മുതൽ ഹയർ സെക്കൻഡറി NSS കാഴ്ച എന്ന പേരിൽ പുതിയൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് ഉപ്പ് എന്ന സിനിമയെ കാണിച്ചു കൊടുക്കാൻ സ്കൂളിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സിനിമ കണ്ടിട്ട് എന്തോ അഭിപ്രായം പറയും? അടിപൊളിയായിട്ടുണ്ട്. അഭിനയിക്കാൻ തോന്നിയോ? ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഉണ്ടായിട്ട്. നിങ്ങളെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണോ? അല്ല, കസിനാണ്. ആര്? ഓക്കെ. അഞ്ജലി ടീച്ചറാണോ? ഞാൻ ദിലീപിന്റെ വൈഫാണ്. ഓക്കെ. എങ്ങനെ വലിയ സ്ക്രീനിൽ നമ്മളെ അഭിനയം കണ്ടപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ല, നന്നായും തോന്നി. പിന്നെ മുന്നേ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പൊതുവേ ഈ ഒരു അരിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്കൂളും കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെ ആദ്യം അഭിനയിക്കുന്ന ആ സമയത്ത് തോന്നിയിരുന്നു. ഇങ്ങനെ വലിയ സ്ക്രീൻ കാണിക്കാൻ സാധിക്കുമെന്നൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരിതായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് ഇത്രയും വലിയൊരു ഇതായി മാറിയപ്പോൾ വളരെ സന്തോഷമായി തോന്നി. പിന്നെ എല്ലാവരും കൂടെ പ്രവർത്തിച്ച എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പോസിറ്റീവായിട്ട് നല്ല വിജയമായിട്ട് വരുമെന്ന് ഉറപ്പായിരുന്നു. താങ്ക് യു. ഉപ്പ് സിനിമയുടെ സംവിധായകൻ MS ദിലീപ് മാഷ്. ഈ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം കോവിഡിന് മുൻപ് ചിത്ര നാഷണൽ അവാർഡ് വിന്നർ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ പോയി, കൃഷ്ണ സ്റ്റുഡിയോ എന്ന് പറയുന്നത് സാലിഗ്രാമിൽ, അവിടെ പോയി നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്തു. അപ്പോൾ മാഷ ഭാര്യയും
മാഷ് കുഞ്ഞു മക്കളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. മാഷെ കുറിച്ച് പറയുമ്പോൾ മാഷ് കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അതികായകന്മാരായ സിനിമ സംഗീതജ്ഞരെ ഒക്കെ പ്രയോജനപ്പെടുത്തി സിനിമ ചെയ്ത ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ്. കൂടാതെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലുള്ള ഈ ഹയർ സെക്കൻഡറി വരെയുള്ള സിലബസിൽ സിനിമാ നിർമ്മാണം, തിരക്കഥ, സംഭാഷണം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. കുട്ടികൾ നേരിട്ട് ഈ സിനിമയുടെ ഭാഗമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികൾ എൻ്റെ ഒരു ജിജ്ഞാസയും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ആവേശവും സ്വയം പര്യാപ്തത ആകുന്ന ഒരു സംഗതിയൊക്കെ ഇതിൽ കാണാൻ പറ്റും. മാത്രമല്ല ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്തൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് അവരുടെ എല്ലാവരുടെ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം, അവരുടെ ഒരു കൈകോർക്കൽ, ആ വിഷയം തന്നെ വളരെ സിമ്പിളായി എല്ലാവർക്കും പറ്റുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 45 മിനിറ്റിനുള്ളിൽ ചുരുക്കിയ ഒരു സിനിമ എന്ന രീതിയിൽ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവാം. എങ്കിൽ കൂടെ ഞാൻ കുറേ പേരോട് ചോദിച്ചു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മീഡിയ പ്രവർത്തകർ കുറേ പേര് വന്നിരുന്നു, അവരൊക്കെ നല്ല താല്പര്യം കാണിച്ചിരുന്നു. മാധ്യമങ്ങൾ വളരെ മുൻപ് തന്നെ ഈ സിനിമയെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒട്ടേറെ പ്രൊമോഷണൽ വർക്കുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സിനിമാറ്റിക്, ഈ പുതിയ തലമുറ എല്ലാ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ സിനിമയിൽ കൂടെ അവർ ഒട്ടേറെ പഠിച്ചിട്ടുണ്ടെന്നുള്ള പ്രത്യേകതയൊക്കെ എനിക്ക് ആ സിനിമയിൽ തോന്നിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.